ഇനി നമ്മൾ അതിഥിയിലേക്ക് കടക്കുകയാണ്. ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സംരംഭക, ബാലാവകാശ പ്രവർത്തക, ഡിസൈനർ ശോഭ വിശ്വനാഥാണ്. ശോഭ ഓരോ തവണ നമ്മളിലേക്ക് എത്തുമ്പോഴും എന്തെങ്കിലുമൊക്കെ പുതുമയുമായിട്ടാണ് എത്തുക. ഇന്നിപ്പോൾ ലണ്ടനിൽ നിന്നാണ് ശോഭ തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ശോഭ, സ്വാഗതം. ലണ്ടൻ വിശേഷങ്ങളാണ് ഞങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് എന്നറിയാം. എന്തൊക്കെയാണത്? ഒത്തിരി അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കേരള കൈത്തറി, ബാലരാമപുരം കൈത്തറീനെ ലണ്ടൻ വരെ എത്തിച്ചു എന്നുള്ളൊരു കാര്യം. ആദ്യമായിട്ട് നമ്മുടെ കൈത്തറീനെ ഇന്റർനാഷണലി ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എന്റെ ഒരു ഡ്രീം ആയിരുന്നു, ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരുന്നു. അത് പൂവണിഞ്ഞിരിക്കുകയാണ്. അതിൽ ഒത്തിരി ഒത്തിരി സന്തോഷത്തിലാണ് ഞാനും എന്റെ യുഎസ് വില്ലേജ് കുടുംബവും. 27-ാം തീയതി ആയിരുന്നു അല്ലെ പരിപാടി? അതെ അതെ, 27-ാം തീയതി ഗംഭീരമായിട്ട് ആ പരിപാടി നടത്തി. അതിന്റെ ഒരു ആത്മവിശ്വാസവും ഒരു അഭിമാനവും ഒക്കെ ആ മുഖത്തുണ്ട്. എന്തായിരുന്നു തീം എന്നുള്ളതാണ് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയത്. ആ തീമിലാണ് കളറിപ്പയറ്റും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. കേരളത്തിന്റെ തനതായ കലാരൂപങ്ങളൊപ്പം കൈത്തറി അതുകൂടി മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നു. അതിനെക്കുറിച്ച് പറയൂ, ഷോയെ കുറിച്ച്. ഇപ്രാവശ്യം ഞാൻ ഇൻസ്പിറേഷൻ ഞങ്ങൾ എടുത്തത് കളരിയാണ്. വെറും കളരിയും അല്ല. അപ്പൊ ഒരു മൂവ്മെന്റ് ഓഫ് ഫ്രീഡം എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്. അട്ടക്കളരിയുടെ ഫൗണ്ടർ അതിനൊരു ബിഗ് ട്രിബ്യൂട്ട് കൊടുക്കേണ്ട ജയചന്ദ്രൻ പാലാഴി, അദ്ദേഹത്തിനാണ് ഗുരുജി. അദ്ദേഹമാണ് ഈ ഒരു ആർട്ട് ഫോം. ഇതൊരു വെറും നമ്മുടെ മാർഷൽ ആർട്സ് മാത്രമല്ല, കളരിയും അതിനോടൊപ്പം തന്നെ ഡാൻസും കൂടി. ഡാൻസ് എന്ന് വെച്ചാൽ നമ്മുടെ മുദ്രകളല്ല, ഇറ്റ്സ് ലൈക്ക് എ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആണ്. അപ്പം സെന്റർ ഫോർ മൂവ്മെന്റ് ആർട്സ് ആണ് അവരുടെ ഒരു ഇതെന്ന് പറയുന്നത്, സെന്റർ എന്ന് പറയുന്നത്. അപ്പം അതിനെ ഇൻസ്പിറേഷൻ എടുത്തിട്ട് ഗാർമെന്റ്സും അതുപോലെ തന്നെ കൈത്തറി ഭയങ്കര നമ്മള് ചുമ്മാ ഒരു ഗാർമെന്റ് ആയിട്ടല്ല, അതിനെ നമ്മൾ മൾട്ടി പർപ്പസ് ആയിട്ട് എന്ത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡ്രേപ്പ് ചെയ്യത്തക്ക രീതിയിൽ, പല രീതിയിൽ ഒരേ ഗാർമെന്റ് പല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യത്തക്ക രീതിയിലുള്ള, വെയർ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സിൽവറ്റ്സ് ആയിരുന്നു. അതിനോടൊപ്പം എല്ലാം ഹാൻഡ് പ്രിന്റഡ് ആയിട്ട്, നമ്മൾ അതാണല്ലോ എപ്പോഴും ചെയ്യുന്നത്, ഹാൻഡ് വൂവൺ, ഹാൻഡ് പ്രിന്റഡ്, ഹാൻഡ് ഡൈഡ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ടുള്ള ഗാർമെന്റ്സിനെയാണ് കൊണ്ടുവന്നത്. എല്ലാം നാച്ചുറലി ഡൈ തന്നെ, നമ്മുടെ ആയുർവേദ ഡൈ തന്നെയാണ് ചെയ്തത് ഇപ്രാവശ്യവും. അത് മാത്രമല്ല, ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷോ നമ്മൾ ചെയ്തത് പാർട്ട്ണറിങ് വിത്ത് പ്ലാൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു, അതും മലയാളി തന്നെയാണ്, ടിൻറ്റോ എന്ന് പറഞ്ഞ ഓർഗനൈസർ ആയിരുന്നു. അവരുടെ കൂടെയാണ് ചെയ്തത്. ഇൻക്ലൂസീവ് ആയിട്ട് കഴിഞ്ഞ ഷോ, എന്റെ ഷോ എന്ന് പറഞ്ഞ ഒരു വേൾഡ് റെക്കോർഡ്. അപ്പൊ ഒരു 2 വർഷത്തിന് ശേഷമാണ് ഞാനൊരു ഷോ ചെയ്തത്. അന്ന് നമ്മളൊരു വേൾഡ് റെക്കോർഡ് ചെയ്തായിരുന്നു. ഇതുപോലെ തന്നെ ഒരുപാട് പേര്, അതായത് 10-600ഓളം മോഡൽസിനെ ചേർത്തിട്ട് നമ്മൾ കേരള ഒളിമ്പിക് അസോസിയേഷന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റൈസർ ആയിരുന്നു. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ പ്ലസ് സൈസ്, അതുപോലെ തന്നെ നോ കളർ, നോ ഏജ്. അപ്പം അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു എല്ലാവരും മലയാളികൾ ഉണ്ടായിരുന്നു. പ്രൗഡോട് പറയാൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു ഈ ഷോയുടെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത് അവർക്ക് തന്നെ കൊടുക്കണം. ഇത് എല്ലാ പ്രാവശ്യവും ഞാൻ എന്നെ പറ്റി ഒരുപാട് പറയും, ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു, പക്ഷെ ഇപ്രാവശ്യത്തെ ഷോ യു ഗൈസ് മെയ്ഡ് ഇറ്റ് പോസിബിൾ എന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് എല്ലാവരുടെയും കൂട്ടായ്മയോട്, എസ്പെഷ്യലി മോഡൽസ് അത് അത്രയും ഭയങ്കര പ്രൗഡോടുകൂടി ശരിക്കും അവിടെ നിന്നപ്പം രോമാഞ്ചം വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേര് പല രാജ്യത്തു നിന്നുള്ളവര്, ഏറ്റവും കൂടുതൽ മലയാളികൾ തന്നെയായിരുന്നു. ബിഗ് സല്യൂട്ട് ടു നമ്മുടെ വേൾഡ് മലയാളി കൗൺസിൽ, ഷീനു മമ്മി ആണെങ്കിലും. ഞാൻ മമ്മി തന്നെ വിളിക്കും. ഞാൻ ഇവിടെ വരാൻ കാരണം തന്നെ ജിജോ എന്ന് പറയുന്നത് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, മേക്കപ്പ് ചെയ്തത് ജിജോ ആണ്. അപ്പം ശരിക്കും മലയാളികളുടെ ഒരുപാട് എഫേർട്ട് ഈ ഒരു ഷോയുടെ പുറകിലുണ്ട്. അതിനെപ്പോലെ തന്നെ എല്ലാ രാജ്യത്തു നിന്നുള്ളവരുണ്ടായിരുന്നു. ഭയങ്കര അഭിമാനം എന്ന് പറഞ്ഞാൽ സ്വപ്നം യാഥാർത്ഥ്യമാവില്ല. ഞാൻ 10 വയസ്സിൽ, എനിക്ക് തോന്നുന്നു 10 വയസ്സിൽ എന്റെ വിഷൻ ബോർഡിൽ ഇട്ട ഒരു കാര്യമാണ് ലണ്ടൻ ഫാഷൻ വീക്ക്, അല്ലെങ്കിൽ ലണ്ടനിലേക്ക് പോവാ, അല്ലെങ്കിൽ ന്യൂയോർക്ക്, മിലാൻ, ഒരു ഡിസൈനർ എന്നുള്ള രീതിയിൽ. അപ്പം അതും ആ വെന്യൂവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ലണ്ടൻ ഫാഷൻ വീക്ക് കാണാൻ വന്നപ്പോ ഈ വെന്യൂവിലാണ് വന്നത്. ഓണത്തിനായിരുന്നു ഞാൻ ട്രാവൽ ചെയ്തത്. അപ്പം വന്ന് ഞാൻ വലത്തെ കാല് വെച്ച് അവിടെ ചേർച്ചാണ് കേറിയതും ഞാൻ പ്രാർത്ഥിച്ച കാര്യം, അടുത്ത പ്രാവശ്യം എനിക്ക് ഇവിടെ ഒരു ഷോ ചെയ്യാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കേറിയത് തന്നെ. അപ്പം എന്റെ ഫസ്റ്റ് ലണ്ടനിലെ ഷോ അതേ ചേർച്ചിൽ വെച്ച്, അതേ വെന്യൂവിൽ വെച്ച് എന്ന് പറഞ്ഞാൽ അത് അടുത്ത ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഭയങ്കര അഭിമാനം തോന്നുന്നു. അതിനോടൊപ്പം കളരിപ്പയറ്റ് ചെയ്ത ആർട്ടിസ്റ്റ് പ്രതാപ് മേനൻ ആൻഡ് അദ്ദേഹത്തിന്റെ കൂടെ 2 പേര് ഗംഭീരമായിട്ടാണ് ഇതിനെ ഭയങ്കരമായിട്ട് ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോയി ഈ ഷോനെ കളരിപ്പയറ്റ് പെർഫോം ചെയ്തത്.
പിന്നെ എന്താ പറയണ്ട, ഒരുപാട് കാര്യം ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. നോട്ട് ജസ്റ്റ് ദാറ്റ്, സ്റ്റൈലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ യൂസ് ചെയ്തത് അതും കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന ജ്വല്ലറീസ് ആണ്. ഭൂമിക ജ്വല്ലറീസ് ആയിരുന്നു. അതിനോടൊപ്പം ഞാൻ സ്റ്റൈൽ ചെയ്തതിനോടൊപ്പം സിന്ദൂരം ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റൈലിങ്ങില് നമ്മള് ഓപ്പറേഷൻ സിന്ദൂറിനെ കൊണ്ടുവരാൻ നോക്കി. അതായത് ഈവൻ പ്രിന്റ്സിലാണെങ്കിലും, ഇപ്പൊ ഞാൻ ഉടുത്തിരിക്കുന്ന സാരി ആണെങ്കിലും സിന്ദൂറാണ്. അപ്പം ശരിക്കും കളരിപ്പയറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സെൽഫ് ഡിഫെൻസ്, റൈറ്റ്? നമ്മുടെ മാർഷൽ ആർട്സ് ആണ്. അപ്പം നമ്മുടെ ഇന്ത്യ ചെയ്തതും അത് തന്നെയാണ്, സെൽഫ് ഡിഫെൻസ് ആണ് അഗേൻസ്റ്റ് ടെററിസം. ഞാൻ ഒരിക്കലും ഞാൻ വാറിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല, പക്ഷെ എന്നാൽ അതേസമയം സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യേണ്ട സമയം നമ്മൾ റിയാക്ട് ചെയ്യും, പ്രതികരിക്കുക തന്നെ വേണം. അപ്പം അതിനൊരു സല്യൂട്ട്, ബിഗ് സല്യൂട്ടും കൂടി നമ്മുടെ രാജ്യത്തിന് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു കളക്ഷൻ നമ്മൾ ഇറക്കിയത്. ആൻഡ് കളരിപ്പയറ്റിന്റെ ആട്ടക്കളരിയുടെ മൂവ്മെന്റ്സ് എടുത്തിട്ടുള്ള കുറെ പ്രിന്റ്സും ഉണ്ടായിരുന്നു, ഹാൻഡ് പ്രിന്റഡ് ആയിരുന്നു. ഇവൻ ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൈത്തറീനെ. അപ്പം മാക്സിമം നമ്മുടെ കുഴിത്തറീനെയും കൈത്തറീനെയും എങ്ങനെയൊക്കെ എത്രത്തോളം ആൾക്കാരിലേക്ക്, ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും, അത് എത്തിക്കാൻ പറ്റി സക്സസ്ഫുള്ളി. ഭയങ്കര അപ്രീസിയേഷൻ ആണ് കിട്ടിയത്. അത് ഞാൻ ഒരിക്കലും പറയില്ല, ഞാനായിട്ട് ചെയ്തൊരു കാര്യമല്ല, അതൊരു ടീം എഫേർട്ട് തന്നെയായിരുന്നു. എല്ലാരും കൂടെ നിന്നോണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചത്. ഒരുപാട് പേർക്ക് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്, നമ്മൾ കൊടുത്ത എല്ലാവർക്കും വന്നവർക്ക് ഒരു ഗിഫ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കിറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫിനിറ്റി, നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ശരത്താണ് അത് ചെയ്തത്. ശരത്തിന്റെ ഐഡിയ ആയിരുന്നു ഇതെന്താന്ന് വെച്ചാ, താളിയോലയില്ലേ, നമ്മുടെ താളിയോലയില് എഴുതിയ ഒരു താങ്കിങ് നോട്ടാണ് വീവേഴ്സ് വില്ലേജിന്റെ. അപ്പം ഇത് ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യപ്പെട്ടു. ഇതെല്ലാവർക്കും ഭയങ്കര പുതുമയായിരുന്നു. ഇത് അതൊരു ബുക്ക് മാർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു സംഭവം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കളരിയുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ബാഗും, ആൻഡ് ആ കളറും അങ്ങനെ തന്നെയാണ് നമ്മൾ എടുത്തത്. പിന്നെ ഏറ്റവും അതിനെക്കാട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഞാൻ നാരങ്ങ മിഠായി വരെ ഞാൻ അവിടെ കൊണ്ടുപോയി. നാരങ്ങ നമ്മുടെ കേരളത്തിന്റെ ഒരു രുചി കൊണ്ടുപോയി പറയാനായിട്ട്. അപ്പൊ ആ ഗിഫ്റ്റിംഗ്, അപ്പൊ അത് തുടക്കം മുതൽ അവസാനിക്കുമ്പോ ആ ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ വരെ ഒരു കേരള ടച്ച് അത് നിലനിർത്തണം എന്ന് വിചാരിച്ചു ശോഭ. അത് നടത്തുകയും ചെയ്തു. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അല്ലെ? ഇപ്പോൾ വീവേഴ്സ് വില്ലേജ്, അതെ, വീവേഴ്സ് വില്ലേജ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂസ് ഡേയിൽ നേരത്തെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശോഭയുടെ പ്രവർത്തനങ്ങളെ. പക്ഷെ എപ്പോഴും ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. അത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ നൽകുന്നത് കൂടിയാണ്. ഇന്ന് മെയ്ഡ് ബൈ ഹാൻഡ്, ലവ്ഡ് ബൈ ഹേർട്ട്, ഫ്രം കേരള ടു ലണ്ടൻ, നേരത്തെ പറഞ്ഞ ആ ചെറിയ കുട്ടിയുടെ സ്വപ്നം അത് സാക്ഷാത്കരിച്ചിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു സന്തോഷവും കാണുന്നുണ്ട്. ലണ്ടൻ അതെങ്ങനെ സ്വീകരിച്ചു എന്നുള്ളത് പറഞ്ഞു. പക്ഷേ ശോഭയുടെ തയ്യാറെടുപ്പുകളെ കുറിച്ചുകൂടി ഒന്ന് അറിയണമല്ലോ. കാരണം ഒരു ഷോ നമ്മുടെ രാജ്യത്തല്ല, പുറത്തു പോയി അവിടെ ചെയ്യണമെങ്കിൽ വലിയ തയ്യാറെടുപ്പ് വേണം. പക്ഷെ വളരെ ഷോർട്ട് പീരീഡേ കിട്ടിയിട്ടുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനിടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു? ഉറങ്ങിയിട്ട് കുറേ ദിവസമായി എന്നറിയാം, അതിനെക്കുറിച്ച് പറയൂ. ഇന്ന് വേക്കപ്പ് കോളം അച്ഛനാണ് എനിക്ക് തന്നതിലേക്ക് ശരിക്കും ഞാൻ ഉറങ്ങിപ്പോയത്. ബിക്കോസ് ഒരു 10 ഡേയ്സിന്റെ പ്രിപ്പറേഷനിൽ ഒരു 30-35 ഗാർമെന്റ്സ് ആണ് നമ്മൾ ചെയ്തത്. അത് ചെറിയ കാര്യമില്ല, അതും കൈത്തറിയാണ്. അതും ഈ പറഞ്ഞ പോലെ എല്ലാം ഹാൻഡ് മെയ്ഡ് വിത്ത് ലവ് ആണ്. അപ്പം ആ ഒരു ശ്രദ്ധയോടെ കൂടിയാണ് ചെയ്തത്. മാത്രമല്ല നമ്മുടെ മുണ്ട് ഇവിടെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, നമ്മുടെ കളർ മുണ്ടുകൾ, നമ്മുടെ ആയുർവേദിക് ഡൈ ചെയ്തിട്ടുള്ള മുണ്ടുകൾ പല സ്റ്റൈലിലായിട്ട് കൊടുത്ത് നമ്മൾ ഇത് ചെയ്തു. ഭയങ്കര കംഫർട്ടാണ്. അത് എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക്, അതുപോലെ തന്നെ സാരിയും നമ്മളിപ്പം പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾക്കും എന്തുകൊണ്ട് സാരി ഉടുത്തുകൂടെന്നുള്ള കാര്യം, അപ്പൊ സാരിയും ഡിഫറെന്റ് ആയിട്ട് ഡ്രേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ അടുത്ത ചാലഞ്ച് എന്ന് പറഞ്ഞാൽ വാർ നടക്കുകയായിരുന്നു. അപ്പൊ ഞാൻ എത്താൻ പറ്റുമോ, അതും ലാസ്റ്റ് മിനിറ്റ് ആണ് എനിക്ക് വീസ കിട്ടിയത്. ആൻഡ് എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ കുറെ ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇത്രയും ലഗേജ് കൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാന്നുള്ളൊരു കാര്യം. പിന്നെ അതിനോടൊപ്പം തന്നെ എല്ലാവരും, ഞാൻ പറഞ്ഞു, ഒരു കൂട്ടായ്മയുടെ ഒരു ഇത് തന്നെയാണ് ഈ ഒരു ഷോയുടെ സക്സസ് എന്ന് പറയുന്നത്. എല്ലാരും ഡിവൈഡ് ചെയ്ത് വർക്ക് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇതിന്റെ ക്രെഡിറ്റ് എടുക്കൂല. എന്റെ ടീം രാപ്പകൽ ഇല്ലാതെ വർക്ക് ചെയ്തു. അതിനൂടെ എന്റെ ഫ്രണ്ട്സ്, സ്പോൺസേഴ്സ്, ശരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാരും കൂടി ഒരുമിച്ച് നിന്ന് വളരെ പെട്ടെന്ന് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഹ്യൂജ് അക്സെപ്റ്റൻസ് ആണ് കിട്ടിയത്. ഒരു സ്വപ്നം തന്നെയാണ്. ഒരു പ്രൈഡിനെക്കാട്ടി എന്താ പറഞ്ഞ, ഇത് അതുക്കും മേലെയാണ്. ഓരോ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് തന്നെ, നമ്മൾ എവിടെ നിന്ന് വരുന്നു, ഏതൊരു ചെറിയ സ്ഥലത്ത് നിന്ന് വരുന്നു എന്നുള്ളത് ഒരു വിഷയമല്ല. നമ്മളെപ്പോഴും നമ്മുടെ ഡ്രീമിൽ ബിലീവ് ചെയ്യുക, നമ്മൾ അതിൽ എഫേർട്ട് ഇടുക.
എല്ലാം സംഭവിക്കും. നമ്മള് വെൻ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്ന് പറയൂലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതെ, കൈത്തറി മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ശോഭ നിരന്തരം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഫാഷൻ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും. ഇപ്പം നമ്മളിപ്പോൾ ഈ കുഴിത്തറിയുടെയൊക്കെ കാര്യം പറഞ്ഞത്, അത് എത്ര പേർക്ക് അറിയാം, നമ്മുടെ ഇവിടെ എത്ര പേർക്ക് അറിയാമെന്നുള്ളത് കൂടി നമുക്ക് സംശയിക്കേണ്ട സമയത്ത് അത് മറ്റൊരു രാജ്യത്തേക്ക് എത്തിച്ച് അവിടെ വലിയ രീതിയിൽ അതിനൊരു പ്രോത്സാഹനം കൊടുക്കുന്ന ആളെന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ വേദിയിൽ അവിടെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? എല്ലാം സംസാരിക്കാൻ പറ്റി. നമ്മളൊരു ടാഗിങ് നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം നമ്മള് ട്രാവൻകോർ വീവേഴ്സിന്, നെയ്ത്തുകാരെ തന്നെയാണ് എനിക്ക് പറയേണ്ടത്. നെയ്ത്തുകാരാണെങ്കിലും ക്രാഫ്റ്റ് വില്ലേജിലെ ആർട്ടിസൻസ് ആണെങ്കിലും അതുപോലെ നമ്മുടെ ട്രൈബൽസ് ആണെങ്കിലും, ബിക്കോസ് ഇവരെ എല്ലാവരെയും ചേർത്ത് നിർത്തിയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പം കാണിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രാവൻകോറിൽ പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം പ്രദീപാണ് ഷൂട്ട് ചെയ്തതും, ഡാനി എഡിറ്റ് ചെയ്തു, അതുപോലെ രഞ്ജിത്ത് ആർട്ട് വർക്ക് ചെയ്തു, ശ്വേത ഇതിന്റെ പുറകിൽ ഓടി, ഡിസൈനിന്റെ പുറകിൽ. അപ്പം ശരത്താണെങ്കിലും എല്ലാവരും ഇതിന്റെ കൂടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ലാസ്റ്റ് മിനിറ്റ് ഇത്രയും ഹ്യൂജ് ഇത് ചെയ്യാന്ന് പറയുന്നത്. അതിനും എനിക്ക് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു. എന്റെ കൊച്ചിയിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിലും ഓൾ കേരള, പ്രത്യേകിച്ചും വേൾഡ് മലയാളി കൗൺസിൽ, ഷിനുമമ്മി ടിഫിൻ ബോക്സിന്റെ ഷിനുമമ്മിനെ പറ്റി എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക്. എല്ലാരും ഇപ്പം ഈവൻ സ്റ്റൈലിംഗ്, മേക്കപ്പില് ജിജോ മെയിൻ ആയിട്ട്. അങ്ങനെ ഒരു മലയാളി ഇവിടെ ലണ്ടനിൽ ഒരുപാട് കാര്യങ്ങൾ ഫാഷൻ മേഖലയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ജിജോനെ പറ്റി എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ആൻഡ് ടീം ആൻഡ് ടിൻറ്റോ ആണ് ഈ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്തത്. അഗൈൻ വേറൊരു നാട്ടിൽ വന്ന് ഇത്രയും വലിയൊരു പരിപാടി ഓർഗനൈസ് ചെയ്യുന്ന പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ബിഗ് താങ്ക്സ് ടു എവ്രിബഡി ആൻഡ് സ്പെഷ്യലി മൈ മോഡൽസ്. അപ്പൊ അത് എന്താ പറയുക, എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെങ്കിലും മോഡൽസ് അത് നന്നായിട്ട് അത് ക്യാരി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊരു സക്സസ് ആവില്ലായിരുന്നു. അപ്പം ഇവൻ മ്യൂസിക് ആണെങ്കിലും എല്ലാം, എന്തുകൊണ്ടും എനിക്ക് ടച്ച് വുഡ് നല്ലൊരു ടീമിനെയാണ് കിട്ടിയത്. അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്. അപ്പം ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നത്. ഭയങ്കര പ്രൗഡായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഭയങ്കര എന്താ കംപ്ലീറ്റ് ആയതുപോലെ എനിക്ക് തോന്നി. ഇതുപോലെ തന്നെ എനിക്ക് ന്യൂയോർക്കിലും മിലാനിലും ഒക്കെ ഇത് കൊണ്ടുപോകണം എന്നുണ്ട്. അതിന്റെ ഫുൾ ഐ ആം ഷുവർ നമ്മളത് ആഗ്രഹിക്കുകയാണെങ്കിൽ എന്തായാലും അത് നമ്മൾ എത്തും എന്നൊരു പോസിറ്റീവ് ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ എന്റെ എനിക്ക് എടുത്ത് അഗൈൻ എന്റെ ഗുരുക്കന്മാരാണെങ്കിലും എന്റെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കൈൻഡ് ഓഫ് സപ്പോർട്ട് അവരുടെ ഗൈഡൻസോട് കൂടിയാണ് ഞാനിപ്പോ അത് പോകുന്നത്. അതുകൊണ്ടാണ് എനിക്കത് കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നത്. അപ്പം യെസ്, ശോഭയുടെ ഈ ഫാഷൻ ഷോയുടെ അതിനപ്പുറത്തേക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞാൽ ഞാൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം, ഓണത്തിന് എന്താ സ്പെഷ്യൽ എന്നായിരിക്കും. ഓണം വരാൻ പോകുന്നു, വീവേഴ്സ് വില്ലേജ് എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ടാകും. അപ്പോ അതിന്റെ തിരക്കുകളിലേക്ക് പോവുകയാണ്. സർപ്രൈസ് ആയിരിക്കും അല്ലേ? സർപ്രൈസ്, നല്ലൊരു കളക്ഷൻ ഇപ്രാവശ്യം ഉണ്ടാവും ഉറപ്പായിട്ടും. ആൻഡ് എല്ലാവരോടും പറയും, നമ്മൾ ഇത്രയൊക്കെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പം അത് എന്തായാലും കസ്റ്റമേഴ്സ് തന്നെയാണ്, ആ കോൺഷ്യസ് ബയേഴ്സ് തന്നെയാണ് ഇതിനെ മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. ഓരോ ധരിച്ചു പോകുന്ന ഓരോരുത്തരാണ് നമ്മുടെ കൈത്തറിയുടെ അംബാസിഡേഴ്സ് എന്ന് പറയും, ഈ മോഡൽസിനെ പോലെ തന്നെ. അപ്പം അഗൈൻ ധരിക്കുക, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ബൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പുറകിൽ എന്താണ്, ആരാണ് ചെയ്തതെന്നുള്ളൊരു ഇത് നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കോൺഷ്യസ് ബയർ ആയിട്ട് മാറുക. ശോഭയുടെ കാര്യം പറയുമ്പോൾ ശോഭ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്ന ഒരു കാര്യമാണ്, ശോഭയെ കുറിച്ച് അറിയുന്നവർക്കറിയാം ഒരു പോരാളി കൂടിയാണ്. കാരണം ഒരുപാട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വന്ന ഒരാളാണ്. വലിയ പ്രതിസന്ധികൾ വിചാരിക്കാത്ത സമയത്ത് ജീവിതത്തിലേക്ക് വന്നെങ്കിലും അതിനെല്ലാം പിന്നോട്ട് കളഞ്ഞ് മുന്നിൽ പോസിറ്റീവ് മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് വന്ന ഒരാളെന്ന നിലയിൽ ബാക്കി പ്രവർത്തനങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നറിയാം. അതൊക്കെ എങ്ങനെ പോകുന്നു? ഈ തിരക്കിൻ്റെ ഇടയിൽ എല്ലാം കൂടി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടോ ശോഭ? ജഗ്ലിംഗ് ആണ്. എൽഷദായി നന്നായിട്ട് പോകുന്നു. ടച്ച് വുഡ്. നമ്മളിപ്പം കർണാടകയിലെ ട്രൈബൽ സ്കൂള് നമ്മളിപ്പം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഗോവയിൽ മാത്രമല്ല, ഇപ്പം കർണാടകയിലും നമ്മള് ട്രൈബൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ഇതാണ്. അപ്പം നന്നായിട്ട് പോകുന്നു. മാത്യു എന്ന് പറയുന്നത് നമ്മുടെ മലയാളി തന്നെയാണ്, അറിയാലോ, കോ ഫൗണ്ടർ. അപ്പം ഡാഡ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ജൂലിയ ആണെങ്കിലും എല്ലാരും. അപ്പൊ അത് നന്നായിട്ട് ഭംഗിയായിട്ട് പോകുന്നു. അതിനോടൊപ്പം ഇപ്പൊ ഞാൻ ഒരു മ്യൂസിക്കില്, ഒരു റാപ്പ് സോങ്ങിൽ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഗൈൻ ടു ഗിവ് എ സോഷ്യൽ മെസ്സേജ്. അത് ഒരുവിധം ആയിട്ടുണ്ട്. അപ്പൊ ഉടനെ അത് പ്രൊഡക്ഷൻ തുടങ്ങും.
പിന്നെ ഒരു കുറച്ച് എന്താ വേറെയും കുറച്ച് കാര്യങ്ങൾ മൂവീസ് ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ കൈവച്ചിട്ടുണ്ട്. ആഹാ, അപ്പം അതൊന്ന് പറഞ്ഞു പോകൂ. കച്ചവടം അത് അതൊരൊറ്റ വരിയിൽ പറഞ്ഞു പോയല്ലോ. അതെന്താണ് മൂവീസ് ആൻഡ് പ്രൊഡക്ഷൻസ് ഒക്കെ പറഞ്ഞു? എന്താണ് സംഭവം? ഞങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? എക്സ്പെക്ടഡ് അങ്ങനെ ഒന്നും വലുതായിട്ടൊന്നുമില്ല. ചെറിയ രീതിയിലുള്ള ഒരു അഭിനയം. എനിക്കൊന്ന് ബിഗ് ബോസ്, താങ്ക്സ് ടു ബിഗ് ബോസ് പോയതിനു ശേഷമാണ് ആ ഒരു ഓക്കെ എനിക്ക് ഏരിയയിലും കുറച്ചൊരു എനിക്ക് ബിക്കോസ് അതിനകത്ത് ടാസ്ക് തരുമല്ലോ, ഓരോ ടാസ്ക് ഒക്കെ തരുമ്പോ നമുക്ക് അഭിനയിക്കാനുള്ള ടാസ്കുകളൊക്കെ തരുമ്പോഴത്തേക്ക് ഇത് കൊള്ളാലോ എന്നുള്ള ഒരു കാര്യം. ആൻഡ് ദെൻ ഇപ്പൊ ഞാൻ ആദിശക്തി പോയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 10 days വർക്ക്ഷോപ്പ്. വിനയൻ ചേട്ടനും നിമ്മിയും അവര് നല്ല നല്ല ഗുരുക്കന്മാരാണ്. അപ്പം അവരുടെ അണ്ടറിൽ 10 days വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി എന്നെ കൂടെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പം മൂവീസ് ഡെഫിനറ്റ്ലി ഐ എം വർക്കിംഗ് ഓൺ സംതിങ്. അതിനോടൊപ്പം പ്രൊഡക്ഷനിലും എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷനിലും ഒരു പ്രോജക്ട് വന്നിട്ടുണ്ട്. ഞാൻ ഉടനെ പറയുന്നതായിരിക്കും അതിനെ പറ്റി. ആൻഡ് ഓൾസോ ഡെഫിനറ്റ്ലി ദിസ് മ്യൂസിക് വീഡിയോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ബിക്കോസ് അതൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു സോങ് ആണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഉടനെ തന്നെ അതിന്റെ ന്യൂസ് പറയുന്നതായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു അടുത്ത ഇന്റർവ്യൂവിൽ ഞാൻ ഇൻട്രോ പറയുമ്പോ കുറെ കോമ ഇട്ട് ശോഭ ആരാണെന്നുള്ളതിന് കുറെ കോമ കൂടി ഇടേണ്ടി വരും അല്ലെ? അഭിനേത്രി, നിർമ്മാതാവ്. ഒരു ലൈഫല്ലേ ഉള്ളൂ നമുക്ക്. തീർച്ചയായിട്ടും. അത് എനിക്ക് തോന്നുന്നു ശോഭയുടെ ഒരു പ്രത്യേകത, ശോഭ അങ്ങനെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകില്ല, എപ്പോഴും ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ? പോസിറ്റീവ്, അതായത് സെയിം വേവ് ലെങ്ത് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും എന്നുള്ള കാര്യമാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നത് ടീം എഫേർട്ട് തന്നെയാണ്. നമ്മുടെ കൂടെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല വിഷനുള്ള ആൾക്കാരെ കൂടെ നിർത്തുക എന്നുള്ള കാര്യം വെരി ഇമ്പോർട്ടന്റ്. പിന്നെ അതിനോടൊപ്പം എല്ലാരും നമ്മള് ഒരുപാട് ചാലഞ്ചസിലൂടെ ഡെയിലി കടന്നു പോകുന്നുണ്ട്, ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഈ പരിപാടി ചെയ്യാൻ തന്നെ ഒരുപാട് ചാലഞ്ചസിലൂടെയാണ് കടന്നു പോയത്. പക്ഷെ നമുക്കറിയാം നമ്മൾക്ക് എവിടെയാണ് നമ്മൾ ഫോക്കസ്ഡ് ആണെന്നുള്ളത്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് യു. ഒരുപാട് പേരുണ്ടാവും പുറത്തുനിന്ന് കല്ലെറിയാനും, ഒരുപാട് പേരുണ്ടാവും നോ എന്ന് പറയാനും, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയാനും, പിൻവലിക്കാനും ഒരുപാട് പേരുണ്ടാവും. നമ്മളതൊന്നും കേൾക്കരുത് എന്നുള്ള കാര്യമാണ്. നമുക്ക് എന്ത് മനസ്സിൽ തോന്നിവാസി എന്ന് പറയില്ല, അത് തന്നെയാണ് ഞാൻ അന്നും ഇന്നും എന്നും. അപ്പം അങ്ങനെ തന്നെ മുമ്പോട്ട് പോവാൻ ഇനിയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കറക്റ്റ് ആണ് എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത് അല്ലെ? ഒരുപാട് ആളുകൾ പിന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് തന്നെ പോകുന്നു. അപ്പോൾ എന്തായാലും വീവേഴ്സ് വില്ലേജിനും ശോഭയ്ക്കും ശോഭയുടെ കൂടെ നിൽക്കുന്ന പോസിറ്റീവ് എനർജി മാത്രമുള്ള മനുഷ്യർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ലണ്ടനിൽ നിന്ന് വേഗം ഇങ്ങ് തിരിച്ച് കേരളത്തിലേക്ക് വന്ന് ഞങ്ങൾക്ക് ഓണത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്ന് പറയുകയാണ്. താങ്ക് യു സോ മച്ച് ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് വന്നത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ശുഭദിനം.